നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഇപ്പോൾ ഒരു പുതിയൊരു കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. കാര്യം നമ്മുടെ ഈ കോവിഡ് സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കമ്പനികൾ റൺ ചെയ്തിരുന്നത് ഈ ഒരു മോഡലാണ്, വർക്ക് ഫ്രം ഹോം. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഒരു കുറച്ച് കമ്പനികൾ അതൊരു സ്ഥിരം പരിപാടിയാക്കി മാറ്റുന്നുണ്ട്. ഒപ്പം വളരെ പ്രൊഡക്റ്റീവായിട്ട് വീട്ടിൽ നിന്ന് മിനിമം റിസോഴ്സുകൾ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് കമ്പനികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വർക്ക് ഫ്രം ഹോമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വീട്ടിലെവിടെ ഇരിക്കണം എന്നുള്ളതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാര്യം പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പല ആളുകളും ബെഡ്റൂമിലൊക്കെ പോയിരുന്നിട്ട് കട്ടിലിൽ കിടന്ന് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒരു ടേബിളിൽ ഇരുന്ന് വർക്ക് ചെയ്യുക, ഈ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്നൊരു വാസ്തു വേയിൽ നമ്മൾ കൊണ്ടുവന്നാൽ എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവ് ആവാമെന്നുള്ളൊരു അന്വേഷണമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ അങ്ങനെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന സമയത്ത് കഴിയുന്നത് എപ്പോഴും നോർത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡെസ്ക് ആണെങ്കിലും നിങ്ങൾ ഇരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ആയിരിക്കുന്ന ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ എപ്പോഴും നോർത്തും ഈസ്റ്റും ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഒരിക്കലും നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പിൻഭാഗത്തായിട്ട് ഒരു വിൻഡോയോ ഡോറോ വരാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. വാസ്തുവിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാക്കിലൊരു വിൻഡോയോ ഡോറോ വരരുത്. വർക്ക് ചെയ്യുന്ന സമയം അത് നിങ്ങളുടെ കോൺസെൻട്രേഷനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്. പിന്നെ ഡീക്ലട്ടറിങ്, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം ഡീക്ലട്ടറിങ്. നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ടേബിള് വളരെ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിയിട്ട് ഒരുമാതിരി ക്ലട്ടറായിരിക്കാൻ പാടില്ല. അത് നിങ്ങളുടെ ക്ലാരിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് ഡീക്ലട്ടർ ചെയ്ത് നല്ലൊരു ഓപ്പൺ സ്പേസിലേക്ക് നമ്മൾ അതിനെ നല്ലൊരു ക്ലീൻ സ്പേസാക്കി നമ്മൾ മാറ്റിയിട്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക. പിന്നെയുള്ളത് കഴിയുന്നത്ര നാച്ചുറൽ ലൈറ്റും നാച്ചുറൽ എയറും, അതായത് കാറ്റും വെളിച്ചവും നല്ല രീതിയിൽ കടന്നു വരുന്ന രീതിയിലുള്ള ഒരു മുറിയിലിരുന്ന് വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്രയും ശ്രദ്ധിച്ചാൽ നിങ്ങൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് മാറും. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.